സംസ്ഥാനത്ത് തെരുവുനായ ഭീതി വർദ്ധിക്കുന്നു. മാനന്തവാടിയിൽ വയോധികന് തെരുവുനായയുടെ കടിയേറ്റു. കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റതിന് പിന്നാലെ പേവിഷബാധ സ്ഥിരീകരിച്ച 5 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമാണ്. പത്തനംതിട്ട തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ആളുകളെ ഓടി നടന്ന് കടിക്കുകയാണ് തെരുവുനായ്ക്കൾ. വയനാട് മാനന്തവാടിയിൽ ഇന്നലെ വൈകിട്ടാണ് കുഞ്ഞപ്പൻ എന്ന വയോധികന് തെരുവുനായയുടെ കടിയേറ്റത്. കാലിന് പരിക്കേറ്റ കുഞ്ഞപ്പനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 4ാമത്തെ ആളാണ് മാനന്തവാടിയിൽ തെരുവുനായുടെ ആക്രമണത്തിനിരയാകുന്നത്. മാനന്തവാടിയിൽ ABC പദ്ധതി നടപ്പിലാക്കാത്തത് മുനിസിപ്പാലിറ്റിയുടെ വീഴ്ചയെന്ന് മന്ത്രി OR കേളു. അപ്പോൾ മാനന്തവാടി മുനിസിപ്പാലിറ്റി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് ABCD പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അതൊരു വീഴ്ചയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല താലൂക്ക് ആശുപത്രി വളപ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് 50ഓളം തെരുവ് നായ്ക്കൾ. മരുന്നും വെള്ളവും വാങ്ങുന്നതിനായി പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് ആശുപത്രിയിലെത്തുന്നവർ. കണ്ണൂരിൽ പേവിഷബാധ സ്ഥിരീകരിച്ച 5 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. തെരുവുനായ ശല്യം രൂക്ഷമായ കണ്ണൂർ നഗരത്തിൽ 2 ദിവസത്തിനകം 3 ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കാനാണ് തീരുമാനം. ഇന്ന് ചേർന്ന ജില്ലാ ഭരണകൂടത്തിന്റെ യോഗത്തിലാണ് ധാരണയായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ.